കൊപ്പം കേന്ദ്രമായി ടൂറിസ്റ്റ് മേഖലയിൽ 18 വർഷമായി പ്രവർത്തിക്കുന്ന കുഡൂസ് ട്രാവൽസിന്റെ പുതിയ AC പുഷ് ബാക്ക് 49 സീറ്റോടുകൂടിയ ബസിന്റെ കന്നിയോട്ടമാണ് സാന്ത്വന യാത്രയായത്. കൊപ്പം അഭയത്തിലെ ആരോരുമില്ലാത്ത അന്തേവാസികൾക്ക് സൗജന്യമായി വിനോദയാത്ര ഒരുക്കിയാണ് ബസ് ഉടമ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ചത്. ഏറെ ആഗ്രഹമായിരുന്ന 49 സീറ്റ് വാഹനം വാങ്ങിയതിന്റെ സന്തോഷം മറ്റുള്ളവരിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ബസ് ഉടമ ഇർഷാദിന്റെ ആഗ്രഹമാണ് ഇത്തരമൊരു കാരുണ്യയാത്ര സംഘടിപ്പിക്കാൻ കാരണമായത്. പറയുകയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടെങ്കിലും കൂടി ഒരുപാട് കാലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു 49 സീറ്റ് AC പുഷ് ബാക്കൊക്കെ ഉള്ളൊരു വാഹനം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് താമസിച്ചെങ്കിലും കൂടി ദൈവം ഇപ്പോഴാണ് അതിന് സഹായിച്ചത്. അപ്പോൾ എനിക്ക് തന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് പറ്റാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആളുകളാണ് അഭയത്തിൽ താമസിക്കുന്നവരെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും അവരെ ആ ഒരു സന്തോഷം കൂടിയും എൻ്റെ ഈ സന്തോഷത്തിനോടൊപ്പം ചേർത്ത് നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്നോട് സഹകരിച്ച അഭയത്തിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യാത്രയുടെ ഫ്ലാഗ് ഓഫ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കൊപ്പം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനും ഇവിടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുഡൂസ് ട്രാവൽസിൻ്റെ ഉടമ ശ്രീ മുഹമ്മദ് ഇർഷാദ് മേൽമുറി, അദ്ദേഹത്തിന് ഈ മേഖലയിൽ നിരവധി വാഹനങ്ങളും ഒക്കെയായി സർവീസ് നടത്തുകയാണ്. ഇപ്പോൾ പുതിയ ഒരു 49 സീറ്റിൻ്റെ ഒരു ബസ് എടുത്ത് അതിൻ്റെ ആദ്യ ഓട്ടം വളരെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ ആദ്യ ഓട്ടം സൗജന്യമായി നമ്മുടെ കൊപ്പം അഭയത്തിലെ നിരവധി പാവപ്പെട്ട ആശ്രിതരായ ആളുകളെ, അന്തേവാസികളെ ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഇന്ന് ഒരു ഉദ്ഘാടനം നടത്താനാണ് ഈ കുഡൂസ് ട്രാവൽസിൻ്റെ ഉടമ ഇർഷാദ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമാണ്. നമ്മുടെ അഭയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, അഭയത്തിൽ ആരും നോക്കാനില്ലാതെ അശരണരായ ആളുകളെ ഏറ്റെടുത്ത് ഇവിടെ വളരെ നല്ല രീതിയിൽ നോക്കുന്നൊരു സ്ഥാപനമാണ് അഭയം. പേര് പോലെ തന്നെയാണ്, അഭയമാണ്. ആ അഭയത്തിലെ അന്തേവാസികളെ മാറോട് ചേർത്തുകൊണ്ടാണ് ഈ കുഡൂസ് ട്രാവൽസ് ഉടമ ഇന്ന് ഇങ്ങനെ ആദ്യ ഓട്ടം, വണ്ടിയുടെ ആദ്യ ഓട്ടം സൗജന്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. 54ഓളം പേരെയും കൂട്ടി ചാവക്കാട് ബീച്ചിലേക്ക് നടത്തിയ യാത്ര ഇതുവരെ കടലിൽ കാണാത്ത 72കാരനായ ഗണപതി ഉൾപ്പെടെയുള്ള അഭയവാസികൾക്കും കുട്ടികൾക്കും പുത്തൻ അനുഭവമായി. ഇപ്പോൾ അഭയത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 1.5 കൊല്ലമായി. 1.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കടൽ ആദ്യമായിട്ടാണ് കാണാൻ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കടൽ കണ്ടിട്ട് എത്ര വർഷമായി? ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ്. ഇതുവരെ കടൽ കണ്ടിട്ടില്ല. 72 വയസ്സായി. അപ്പോ മണ്ണാർക്കാടാണ് വീട്. അന്തേവാസികൾക്കൊപ്പം പള്ളം വായനശാലയിലെ ബാലവതി കുട്ടികളും യാത്രയിൽ പങ്കുചേർന്നു. കടലും കണ്ട് രുചികരമായ ഭക്ഷണവും കഴിച്ച് രാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴുള്ള ഇവരുടെ ആഹ്ലാദം വാക്കുകൾക്കും അതീതമായിരുന്നു. അഭയം ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ എ ഷാബിര ടീച്ചർ, അഭയം ഡയറക്ടർ പി കൃഷ്ണൻ, KS ആശ, ലിയ ഷെറീൻ, അഭയം വൈസ് ചെയർമാൻ ഫൈസൽ ബാബു എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി.